സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നിലവിൽ ലോക ക്രിക്കറ്റിലെ തന്നെ അധികായന്മാരാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും. കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യയ്ക്കായി വമ്പൻ പ്രകടനങ്ങൾ കാഴ്ചവെച്ച പ്രധാന താരങ്ങളാണ് ഇരുവരും. എന്നാൽ ഇരുവർക്കും ഇന്ത്യൻ ടീമിൽ ലഭിക്കുന്ന അനാവശ്യമായ പരിഗണനയെ ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായ സഞ്ജയ് മഞ്ജുരേക്കർ. ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ മറ്റു പല താരങ്ങൾക്കും ലഭിക്കാത്ത ചില പ്രത്യേക പരിഗണനകൾ ഈ സീനിയർ താരങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് മഞ്ജുരേക്കർ പറയുന്നു. 2024 ദുലീപ് ട്രോഫിയിലടക്കം ഈ താരങ്ങൾ കളിക്കാതിരുന്നതും ഇത്തരത്തിലുള്ള പരിഗണന മൂലമാണ് എന്ന് മഞ്ജുരേക്കർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഇങ്ങനെ ചില താരങ്ങൾക്ക് മാത്രം പരിഗണന നൽകുന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ ദോഷമായി ബാധിക്കുമെന്നാണ് മഞ്ജുരേക്കറുടെ വാദം. ഇന്ത്യയുടെ ദുലീപ് ട്രോഫി ടൂർണമെന്റിൽ മറ്റ് പ്രധാന താരങ്ങളൊക്കെയും അണിനിരുന്നപ്പോൾ വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ എന്നിവർക്ക് BCCI വിശ്രമം അനുവദിക്കുകയാണുണ്ടായത്. ഇതിനുശേഷം ബംഗ്ലാദേശിനെതിരായ ആദ്യ മത്സരത്തിലേക്ക് വന്നപ്പോൾ കോഹ്ലിയും രോഹിത്തും നിരാശാജനകമായ ബാറ്റിംഗ് പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. ഇതിനുശേഷമാണ് ഇപ്പോൾ വിമർശനങ്ങൾ ഉയരുന്നത്. കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഫോമിന്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ആശങ്കയുമില്ല. എന്നിരുന്നാലും ഇന്ത്യയുടെ ദേശീയ ടെസ്റ്റ് ടീമിലേക്ക് വരുന്നതിന് മുൻപ് റെഡ് ബോളിൽ അവർക്ക് കൂടുതൽ മത്സരങ്ങൾ കളിക്കാൻ അവസരം നൽകേണ്ടിയിരുന്നു. അങ്ങനെയെങ്കിൽ ബംഗ്ലാദേശിനെതിരായ ആദ്യ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അവർക്ക് സാധിച്ചേനെ. ഇത്തവണത്തെ ദുലീപ് ട്രോഫിയിൽ ഇരുവരെയും ഉൾപ്പെടുത്താൻ BCCIക്ക് സാധിക്കുമായിരുന്നു. എന്നാൽ ചില താരങ്ങൾക്ക് മാത്രം പ്രത്യേക പരിഗണനയാണ് ഇപ്പോൾ BCCI നൽകുന്നത്. ഇക്കാര്യം കൂടുതൽ ചർച്ചയാവേണ്ടതുണ്ട്, മഞ്ജുരേക്കർ പറയുകയുണ്ടായി. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇത്തവണത്തെ ദുലീപ് ട്രോഫിയിൽ നിന്ന് മാറി നിന്നത് ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ദുലീപ് ട്രോഫിയിൽ കളിച്ച് കുറച്ച് മത്സര പരിചയം ഉണ്ടാക്കിയെടുക്കേണ്ടിയിരുന്നു. അങ്ങനെയെങ്കിൽ ഒന്നാം മത്സരത്തിൽ ഇന്ത്യക്ക് അതിന്റെ ഫലം ലഭിക്കുമായിരുന്നു. എന്നിരുന്നാലും ഇനിയും തകർപ്പൻ പ്രകടനങ്ങളുമായി തിരിച്ചുവരവ് നടത്താൻ സാധിക്കുന്ന താരങ്ങളാണ് കോഹ്ലിയും രോഹിത്തും എന്നെനിക്ക് ഉറപ്പാണ്. ഫോമിലല്ല എന്ന കാരണം കൊണ്ട് ഇത്തരം അധികായന്മാരെ വില കുറച്ച് കാണാൻ നമുക്ക് സാധിക്കില്ല. അതേസമയം ഇത്തരം താരങ്ങൾക്ക് കൂടുതൽ പരിഗണന ഇന്ത്യൻ ക്രിക്കറ്റ് നൽകുന്നത് വളരെ മോശം കാര്യമാണ്. ഇത് ഇന്ത്യൻ ക്രിക്കറ്റിൽ വളരെ കാലങ്ങളായി കാണുന്നതുമാണ്. ഇത്തരം പരിഗണനകൾ ഈ താരങ്ങൾക്കും ഇന്ത്യൻ ക്രിക്കറ്റിനും മാത്രമാണ് വലിയ തിരിച്ചടിയുണ്ടാക്കുന്നത്, മഞ്ജുരേക്കർ കൂട്ടിച്ചേർക്കുകയുണ്ടായി. ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ വളരെ മോശം ബാറ്റിംഗ് പ്രകടനമായിരുന്നു കോഹ്ലിയും രോഹിത് ശർമ്മയും കാഴ്ചവെച്ചത്. ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ ടെസ്റ്റിന്റെ 2 ഇന്നിംഗ്സുകളിലുമായി ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് നേടാൻ സാധിച്ചത് കേവലം 11 റൺസ് മാത്രമാണ്. വിരാട് കോഹ്ലി 2 ഇന്നിംഗ്സുകളിലുമായി 21 റൺസാണ് സ്വന്തമാക്കിയത്. ഈ വർഷത്തെ കോഹ്ലിയുടെ ആദ്യ ടെസ്റ്റ് മത്സരമാണ് ബംഗ്ലാദേശിനെതിരെ നടന്നത്. ഇതൊക്കെയും കോഹ്ലിയുടെ പ്രകടനത്തെയും ബാധിച്ചിട്ടുണ്ട്.